കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ആരാധനാ സമയത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിവരുത്തുന്ന വലിയ കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അത് നമ്മെ നിത്യജീവനിലേക്ക് നമ്മെ നടത്തുന്നു. ഹല്ലേലൂയ. ശത്രുവായ പിശാച് ദൈവജനം നിത്യജീവൻ അവകാശമാക്കുവാൻ അനുവദിക്കാതെ വണ്ണം ശത്രുവും പോരാടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. 11-ാമത്തെ വാക്യം: ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കും. ഹല്ലേലൂയ. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കർത്താവ് വളരെ വ്യക്തമായി പിശാച് വരുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. പിശാച് വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? മോഷ്ടിപ്പാൻ. അവൻ ഭൗമികമായ കാര്യങ്ങളെ മോഷ്ടിപ്പാനല്ല പിശാച് വരുന്നത്. പിശാച് മോഷ്ടിക്കുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയെ അവൻ മോഷ്ടിക്കുന്നു. ഏദൻ തോട്ടത്തിൽ മനുഷ്യന് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയെ അവിടെ അവൻ മോഷ്ടിക്കുകയാണ്. അതേ മോഷണം എല്ലാ കാലത്തിലും മനുഷ്യൻ ദൈവവുമായി ബന്ധം പുലർത്തേണ്ടുന്നതിനുള്ള അനുഭവങ്ങളെ പിശാച് മോഷ്ടിക്കുന്നു. ദൈവവുമായി ബന്ധം പുലർത്തുന്ന സമയത്തെ മോഷ്ടിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ബന്ധത്തെ അറുത്തുകളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. ദൈവത്തോടുള്ള സമയം അവൻ നമ്മിൽ നിന്ന് മോഷ്ടിച്ചു കളഞ്ഞാൽ ദൈവത്തോടുള്ള ബന്ധം പുലർത്തുക അത് അസാധ്യമാണ്. രണ്ടാമത് അവിടെ പറയുന്ന അവൻ അറുപ്പാൻ വന്നിരിക്കും. എന്താണ് പിശാച് അറുത്ത് മുടിക്കുന്നത്? ദൈവത്തോടുള്ള ബന്ധത്തെ മനുഷ്യനിൽ നിന്ന് അറുത്ത് കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ബന്ധം അതിനെ മോഷ്ടിച്ച് കളഞ്ഞ് അവനെ ദൈവത്തിൽ നിന്ന് അടർത്തി മാറ്റി, അറുത്തു മാറ്റി. മൂന്നാമത്തെ അവസ്ഥയാണ് മുടിച്ചു കളയുക. ഹല്ലേലൂയ. മുടിച്ചു കളയുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ മുടിഞ്ഞു പോകുന്നു എന്നുള്ളതല്ല അവിടെ അർത്ഥമാക്കുന്നത്. നിത്യമായ നരകത്തിൽ ഒരു മനുഷ്യനെ എത്തിക്കുക എന്നുള്ളതാണ്, അകപ്പെടുത്തുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. ദൈവത്തോടുള്ള ബന്ധത്തെ തകർത്ത് കളഞ്ഞാൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അറുത്തു മാറ്റിയാൽ അവൻ നിത്യമായ നരകത്തിലേക്ക് മാറ്റപ്പെടും എന്നുള്ള കാര്യം പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പിശാച് വരുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തെ ആരാധിക്കുന്ന സമയത്തെ മോഷ്ടിപ്പാൻ, ദൈവത്തോടുള്ള ബന്ധം പുലർത്തുന്ന പ്രാർത്ഥനാ സമയത്തെ മോഷ്ടിപ്പാൻ, ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആ അനുഭവങ്ങളെ മോഷ്ടിച്ച് കളയുക, ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കേണ്ടുന്നതിന് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ധ്യാനത്തിനായി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്തെ മോഷ്ടിച്ച് കളയുക. ഇങ്ങനെ വിലപ്പെട്ട ആത്മീയമായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മോഷ്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ട് ബന്ധം പുലർത്താൻ സാധിക്കത്തില്ല. വചനം ധ്യാനിക്കുന്ന സമയം മോഷ്ടിച്ചാൽ ദൈവവുമായിട്ട് എങ്ങനെ ബന്ധം പുലർത്തും? പ്രാർത്ഥിക്കുവാനുള്ള സമയത്തെ മോഷ്ടിച്ച് കളഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെ പുലർത്തുവാൻ കഴിയും? ദൈവത്തെ ആരാധിക്കാനുള്ള സമയത്തെ മോഷ്ടിച്ച് കളഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെ പുലർത്തുവാൻ കഴിയും? അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം എപ്പോഴും ദൈവവചനം ധ്യാനിക്കേണ്ടുന്നതിന് ഒരു പ്രത്യേക സമയം നമ്മൾ കണ്ടെത്തണം. അത് മോഷ്ടിച്ച് കളയാൻ അനുവദിക്കരുത്. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം പിശാച് മോഷ്ടിച്ച് കളയാൻ അനുവദിക്കരുത്. ദൈവത്തെ ആരാധിക്കുന്ന സമയം മോഷ്ടിച്ച് കളയാൻ പിശാചിനെ അനുവദിക്കരുത്. ഹല്ലേലൂയ. പിശാചിന് മറ്റ് ഭൗമികമായ കാര്യങ്ങളൊന്നും തന്നെ പിശാചിന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടെ പേഴ്സ് എടുത്ത് മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു എന്ന് വെച്ചോ, ആ പേഴ്സിനെ പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോകുമോ? പോകത്തില്ല. ഗ്ലോറി. അപ്പോൾ ഇവിടെ പറയുന്ന മോഷണം എന്ന് പറയുന്നത് മെറ്റീരിയലായിട്ടുള്ള കാര്യമല്ല. പിശാച് മെറ്റീരിയലായിട്ടുള്ള ഒരു കാര്യവും എന്ത് ചെയ്യുന്നില്ല,
മോഷ്ടിക്കുന്നില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മനുഷ്യനിൽ നിന്ന് മോഷ്ടിച്ചു കളയുക എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി. അങ്ങനെ ഒരു മോഷണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അറുത്ത് കളയും. കർത്താവോടെ വ്യക്തമായി പറഞ്ഞു, മോഷ്ടിപ്പാനും അറുപ്പാനും, ഗ്ലോറി ടു ഗോഡ്, ആ ബന്ധത്തെ അറുത്ത് കളയുക. അവന് ദൈവത്തോട് ബന്ധം പുലർത്താൻ കഴിയുന്ന യാതൊരു വിധമായ ആത്മീയമായ അനുഗ്രഹങ്ങളും ഇല്ലാതെ വണ്ണം അവനെ ദൈവത്തിൽ നിന്ന് അറുത്ത് കളയുക. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അവനെ നിത്യമായ നരകത്തിലേക്ക് എന്ത് ചെയ്യുക, തള്ളിയിടുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. ഗ്ലോറി ടു ഗോഡ്. അവനെ മുടിച്ചു കളയുക, എന്നേക്കുമായി രണ്ടാം മരണത്തിലേക്ക് ഒരു മനുഷ്യനെ തള്ളിയിടുക എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി. എന്നാൽ കർത്താവ് പറയുന്നു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും. ഗ്ലോറി ടു ഗോഡ്. യേശു പറയുന്ന പദം വളരെ വ്യക്തമാണ്, ജീവൻ ഉണ്ടാകുവാൻ. ഗ്ലോറി ടു ഗോഡ്. ജീവിതം ഉണ്ടാവുക എന്നുള്ളതല്ല. തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഭക്തിയോടെ ജീവിപ്പാൻ ആവശ്യമായ കാര്യങ്ങൾ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ജീവിതം എന്നുള്ള കാര്യത്തിന്റെ ബ്ലെസ്സിങ്സ് അല്ല, ജീവൻ ഉണ്ടാകുവാൻ, നിത്യജീവന്റെ അനുഭവം ഒരു വ്യക്തിയിൽ ഉണ്ടാകുവാൻ. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിലൂടെ ലഭിക്കുന്ന ജീവനും സമൃദ്ധിയായ ജീവനും. ഗ്ലോറി ടു ഗോഡ്. സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്നത് പുനരുത്ഥാനത്തിൻ്റെ ജീവനാണ്. ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ പാപമോചനം നമുക്ക് ലഭിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ നീതീകരണം പ്രാപിച്ച് നിത്യജീവൻ നമുക്ക് അവകാശമാക്കുവാൻ കഴിയുന്നു. ജീവനും ജീവന്റെ സമൃദ്ധിയും യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി മറ്റെന്തെങ്കിലും കാര്യം കൊടുക്കുമെന്നല്ല അവിടെ പറയുന്നത്, തൻ്റെ ജീവനെ കൊടുക്കുന്നു. കൃത്യമായി കർത്താവ് പറഞ്ഞ കാര്യം തന്നെ പാലിച്ചു. ക്രൂശിൽ തൻ്റെ ജനത്തിനു വേണ്ടി ജീവനെ വച്ച് നമ്മെ സ്നേഹിച്ചു, നമ്മെ രക്ഷിച്ചു. അവൻ മൂന്നാമത്തെ ദിവസം പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ സമൃദ്ധിയായ ജീവനും നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ക്രൂശ് മരണത്തിലൂടെ ജീവനും പുനരുദ്ധാനത്തിലൂടെ സമൃദ്ധിയായ ജീവനും ദൈവം നമ്മുടെ ജീവിതത്തിൽ പകർന്നിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ എത്ര അധികം രക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, ദൈവത്തോട് അന്യപ്പെട്ട് പൈശാചികന്റെ പിടിയിലായി ശത്രുക്കളായിരിക്കുമ്പോൾ പാപത്തിൽ ആണ്ടുപോയ മനുഷ്യന് ദൈവത്തോട് അടുക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ ശത്രുക്കളായിരിക്കുമ്പോൾ നമുക്ക് പിതാവാം ദൈവം തൻ്റെ പുത്രന്റെ മരണത്താൽ പിതാവാം ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ, യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ പിതാവാം ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ എത്ര അധികം രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. യേശുവിൻ്റെ മരണത്താൽ ഒരു മനുഷ്യന് പിതാവാം ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ ആ മരണത്തിലൂടെ സാധിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ എത്ര അധികം സാധിക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എത്ര അധികം നാം രക്ഷിക്കപ്പെടും. നാം ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന്, ലോകത്തിന്റെ സംസ്കാരത്തിൽ നിന്ന്, ഹല്ലേലൂയ, ലോകത്തിന്റെ വഴികളിൽ നിന്ന് നാം രക്ഷിക്കപ്പെടേണ്ടുന്നതിന്റെ ആവശ്യമുണ്ട്. ജഡികമായ മോഹങ്ങളിൽ നിന്ന് നാം രക്ഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. സകല അധാർമികതകളിൽ നിന്നും നാം രക്ഷിക്കപ്പെടേണ്ടുന്നതിന്റെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ നിയന്ത്രിതമായ ഒരു മനസ്സ്, പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതമായ വിചാരങ്ങൾ, പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതമായ ഇച്ഛാശക്തി, തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഇച്ഛാശക്തി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിതമായി തീരുമ്പോൾ നമ്മുടെ ദേഹി രക്ഷ അനുഭവിക്കുകയാണ്. നീതീകരണം നമ്മൾ പ്രാപിക്കുകയാണ്. അധാർമികതകളിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നു. വ്യർത്ഥവും പിതൃ പാരമ്പര്യങ്ങളിൽ നിന്നും നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നു. ഹല്ലേലൂയ. നമ്മൾ കൃപയ്ക്ക് അധീനപ്പെട്ടിരിക്കുമ്പോൾ പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്താതെ വണ്ണം പരിശുദ്ധാത്മാവ് നമ്മളിൽ കൃപകളെ ധാരാളമായി നൽകുന്നു. അതാണ് പുനരുത്ഥാനത്തിന്റെ ജീവൻ. ഗ്ലോറി ടു ഗോഡ്. യേശുവിന്റെ ക്രൂശ് മരണത്തോടുകൂടി
നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം അവൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയാൽ, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ എത്ര അധികം നാം രക്ഷിക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്. പിശാച് വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണെങ്കിൽ കർത്താവ് വന്നത് അവർക്ക് ജീവനുണ്ടാകുവാൻ, സമൃദ്ധിയായി ജീവനുണ്ടാകുവാൻ. ക്രൂശ് മരണത്തിൽ നമ്മെ രക്ഷിച്ചു. ഗ്ലോറി ടു ഗോഡ്. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ എത്ര അധികം ലോകം, ജഡം, പാപം, പിശാച് എന്നിവയിൽ നിന്ന് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മെ വിടുവിക്കും. പിശാച് നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അവർക്ക് ജീവന് നൽകിക്കൊണ്ട് നിത്യജീവനിലേക്ക് കർത്താവ് നയിക്കും. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടുന്നതിനും ഇത് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം, ആ പുസ്തകം എഴുതുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം, ആ പുസ്തകം എഴുതുന്ന യോഹന്നാൻ പരിശുദ്ധാത്മാവിലൂടെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. എന്തിനാണ് യോഹന്നാൻ പുസ്തകം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവജനത്തിൻ്റെ മേൽ പകരപ്പെട്ടത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ ലേഖനകർത്താവ് ദൈവാത്മാവിൽ ഈ ലേഖനം എഴുതിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് അവിടെ വെളിപ്പെടുത്തുന്നു. ഉദ്ദേശ ലക്ഷ്യം എന്താണ്? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടുന്നതിന് ഇത് എഴുതിയിരിക്കുന്നു. ഇത് എഴുതിയിരിക്കുന്നത്, ഇതിലുള്ള കർത്താവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും കർത്താവ് അന്നും ഇന്നും എന്നും അനന്യനായതുകൊണ്ട്, കർത്താവ് അന്ന് രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ കർത്താവ് അനന്യനായ ദൈവമായതുകൊണ്ട് കർത്താവിന് അവൻ്റെ നാമത്താൽ ഇന്നും രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയും. കർത്താവിൻ്റെ വരവ് വരെയും ഈ ഭൂമിയിൽ ദൈവജനത്തിൻ്റെ മേൽ ജാതികളുടെ ഇടയിലും ദൈവത്തിൻ്റെ നാമത്താൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. കാരണം കർത്താവ് ഇന്നലെയും ഇന്നും എന്നുമെന്നും കർത്താവ് അനന്യനാണ്. ഇന്നലകളിൽ മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കാൻ കഴിയും, ദൈവത്തിന് നാളെയും പ്രവർത്തിക്കാൻ കഴിയും. അവൻ അനന്യനായതുകൊണ്ട് കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാ കാലത്തിലും ഭൂമിയിലുടനീളം ദൈവനാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. എന്നാൽ ഇവിടെ ഈ വേദഭാഗം വളരെ വ്യക്തമായി നമുക്ക് ബോധ്യം തരുന്നു. യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും, യേശുവിനെ അവൻ്റെ നാമത്തെ മാത്രം വിശ്വസിക്കുന്നവരും, യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും എല്ലാ മുട്ടുമന്തിയും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും. ഇന്ന് പറഞ്ഞില്ലെങ്കിലും നാളെ, ഈ നാളെ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിൽ നിന്ന് മനുഷ്യൻ മരണത്താൽ മാറ്റപ്പെട്ടതിനനന്തരം മനുഷ്യന് ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ യേശുവാണ് കർത്താവെന്ന് അവൻ ഏറ്റു പറയേണ്ടി വരും. അന്ന് ഏറ്റു പറയേണ്ടി വന്നാലും അവൻ നിത്യനാശത്തിലേക്ക് എന്ത് ചെയ്യും? പോവും. ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ രക്ഷയും നീതീകരണവും ഏറ്റെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ രണ്ടാം മരണം എന്ന നിത്യ നരകത്തിലേക്ക് പോകാതെ വണ്ണം അവർ നിത്യജീവനിലേക്ക് കടക്കും. അപ്പോൾ ഇവിടെ യേശുവിന്റെ നാമത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. യേശുവിന്റെ നാമത്തിലുള്ള രോഗസൗഖ്യം വിശ്വസിക്കുന്നവരുണ്ട്. അത്ഭുതങ്ങൾ അതെല്ലാം ഉണ്ട്, അടയാളങ്ങൾ അതെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ വചനം വ്യക്തമായി പറയുന്നു, യേശു ആരാണ്? ദൈവപുത്രനായ ക്രിസ്തു. ഗ്ലോറി ടു ഗോഡ്. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. അതല്ലാതെ നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. യേശു ചെയ്ത അത്ഭുതങ്ങൾ ആവർത്തിച്ച് ചെയ്യപ്പെടേണ്ടുന്നതിന് വിശ്വസിച്ചാലും അത്ഭുത പ്രവൃത്തികൾ നടക്കും. പക്ഷേ യേശു ആരാണെന്ന് വ്യക്തമായി
ദൈവവചനത്തിലൂടെ മനസ്സിലാക്കി വിശ്വസിച്ച് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാതെ രണ്ടാം മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഒരാത്മാവിന് നിത്യജീവനിലേക്ക് കടക്കുവാൻ സാധ്യമല്ല. ഇവിടെ യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, യേശു ആരാണ്? അവൻ ദൈവപുത്രനാണ്. യേശു ആരാണ്? അവൻ ദൈവപുത്രനായ ക്രിസ്തുവാണ്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ട അപ്പോസ്തലനാണവൻ, അയക്കപ്പെട്ട മഹാപുരോഹിതനാണവൻ. നമ്മളെ രക്ഷിതാവാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ നീതീകരണമാണ്, നമുക്കുള്ള സകലവുമാണ് ക്രിസ്തു. അങ്ങനെ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും, ഗ്ലോറി ടു ഗോഡ്. രണ്ടാം ഭാഗം എന്നാണ്, അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടുന്നതിന് ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ അവന്റെ നാമത്തിൽ രോഗസൗഖ്യമുണ്ട്, അവന്റെ നാമത്തിൽ ഭൂതശാന്തിയുണ്ട്, അവന്റെ നാമത്തിൽ ദൈവം അനുവദിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവവചനത്തിലുണ്ട്. പക്ഷേ അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടാകണം? ജീവൻ ഉണ്ടാകണം. അവിടെയാണ് കാര്യം. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ നാമത്തിലുള്ള മറ്റെല്ലാ അത്ഭുതങ്ങളും നമ്മൾ ഈ ലോകത്തിൽ പ്രാപിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മരണത്താൽ മാറ്റപ്പെടുന്നതോടുകൂടി നമ്മുടെ ഭൗമികമായ എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോകും. എന്നാലോ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടുന്നതിന് എഴുതപ്പെട്ട വചനത്തെ പരിശുദ്ധാത്മാവിനാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കുന്നവർ നിത്യജീവനിൽ കടക്കും. അതിനു വേണ്ടിയിട്ടാണ് യോഹന്നാൻ ഈ സുവിശേഷ ഭാഗം എഴുതിയിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ആ വായിക്കുന്ന വേദഭാഗങ്ങൾ എന്തിനു വേണ്ടിയാണ് എഴുതിയിരിക്കുന്നതെന്ന് എഴുത്തുകാരൻ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തുമ്പോൾ വായിക്കുന്നവനും എന്തിനു വേണ്ടിയിട്ടാണ് വായിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവനും ബോധ്യം ഉണ്ടാകണം. ഞാൻ ഈ വേദഭാഗം വായിക്കേണ്ടി എന്തിനാണ്? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചുകൊണ്ട്, ആ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നമുക്ക് ജീവൻ, എന്ത് ജീവൻ? നിത്യജീവൻ. അപ്പൊ യേശുവിന്റെ നാമത്തിലെ നിത്യജീവനാണ് ഏറ്റവും പ്രാധാന്യം. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് പലപ്പോഴും നിത്യജീവന്റെ മൊഴികൾ കേൾക്കുവാൻ ജനത്തിന് എന്തല്ല? താല്പര്യമില്ല. ഇവിടെ യോഹന്നാൻ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് എന്തുണ്ടാകണം? ജീവൻ ഉണ്ടാകണം. ആ ജീവൻ ഉണ്ടാകേണ്ടുന്നതിനാണ് ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാന്റെ 17-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഗ്ലോറി ടു ഗോഡ്. ലോകമനുഷ്യർ ഏറെക്കുറെ ആൾക്കാർ ഏകസത്യ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ഏകസത്യ ദൈവത്തെ വിശ്വസിക്കുന്നവർ യേശു ക്രിസ്തു മുഖാന്തരമാണ് ദൈവം നിത്യജീവനെ വച്ചിരിക്കുന്നതെന്ന് എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. ഏതൊരു മനുഷ്യനാകട്ടെ അവൻ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഏകസത്യ ദൈവത്തെയും അവന്റെ പുത്രനായ ക്രിസ്തുവിനെയും അറിയുന്നതിലൂടെ അല്ലാതെ നിത്യജീവൻ അവകാശമാക്കുവാൻ സാധ്യമല്ല. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവിടെ യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം വ്യക്തമാണ്. അവനിൽ വിശ്വസിച്ചിട്ട് നിത്യജീവൻ ഉണ്ടാകേണ്ടുന്നതിന് ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം മാത്രമല്ല എഴുതിയിരിക്കുന്നത്, ലേഖന ഭാഗവും യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. 3 ലേഖന ഭാഗങ്ങൾ യോഹന്നാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. ആ ലേഖന ഭാഗങ്ങളിൽ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. സുവിശേഷ ഭാഗങ്ങളിലും അവസാന അധ്യായങ്ങളിലാണ് ഈ എഴുതിയിരിക്കുന്ന എന്തിനാണെന്ന് എന്ത് ചെയ്യുന്നത്? അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പെടുത്തുന്നു. ലേഖനം എഴുതുമ്പോഴും അപ്പോസ്തലനായ യോഹന്നാൻ എന്തുദ്ദേശത്തിലാണ് ലേഖനം എഴുതുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വെളിപ്പെടുത്തുന്നുണ്ട്. 1 യോഹന്നാൻ 5:13, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, നേരത്തെ വായിച്ചെന്താണ്? ദൈവപുത്രനിൽ വിശ്വസിക്കേണ്ടുന്നതിനാണ് എഴുതിയത്. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? വിശ്വസിക്കാൻ വേണ്ടി എഴുതിയതല്ല, വിശ്വസിക്കുന്നവർക്ക്. ഗ്ലോറി ടു ഗോഡ്. വിശ്വസിക്കാൻ വേണ്ടി എഴുതിയ കാര്യം ഒത്തിരി ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല? മനസ്സിലാക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. യേശുവിൻ്റെ നാമത്തിലെ മറ്റു നന്മകൾ, അനുഗ്രഹങ്ങൾ, ഭൗമികമായ ബ്ലെസ്സിങ്സിലേക്ക് അവരെന്ത് ചെയ്യുന്നു? പോകുമ്പോൾ
യേശുവിനെ ക്രിസ്തു എന്ന് തിരിച്ചറിഞ്ഞ് അവൻ ദൈവപുത്രനായ ക്രിസ്തു എന്നറിഞ്ഞുകൊണ്ട് നിത്യജീവന് വേണ്ടി അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവർ ആ ആംഗിളിൽ എന്ത് ചെയ്യും? യേശുവിനെ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നു. എന്തിനു വേണ്ടി വിശ്വസിക്കണം? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചിട്ട്, ഗ്ലോറി ടു ഗോഡ്, അവന്റെ നാമത്തിൽ നിത്യജീവൻ ഉണ്ടാകേണ്ടുന്നതിന് വിശ്വസിക്കണം. പിശാച് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാൻ. യേശു വന്നത് എന്തിനാണ്? അവർക്ക് ജീവൻ ഉണ്ടാകുക, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുക. ദോഷികളായിരിക്കുമ്പോൾ, പാപികളായിരിക്കുമ്പോൾ, ദൈവത്തോട് ശത്രുത്വമുള്ളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് പിതാവാം ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സമൃദ്ധിയായ ജീവൻ നമുക്ക് ലഭിക്കുമ്പോൾ എത്ര അധികം നാം ലോകം, ജഡം, പാപം, പിശാച് എന്നിവയിൽ നിന്ന് രക്ഷിക്കപ്പെടും. അങ്ങനെ കർത്താവിന്റെ രക്ഷ നമ്മൾ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചിട്ട് ആ വിശ്വാസത്താൽ നിങ്ങൾക്ക് എന്തുണ്ടാകണം? ആത്മരക്ഷ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള വിശ്വാസം ഉണ്ടാകാനാണ് സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ലേഖനം എഴുതിയിരിക്കുന്നത് എന്തിനാണ്? വ്യക്തമായിട്ടവിടെ വായിക്കുന്നു, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, കണ്ടോ, വിശ്വസിക്കാൻ എഴുതിയതല്ല, വിശ്വസിക്കുന്നവർക്ക് എഴുതിയിരിക്കുന്നതാണ് ലേഖനം. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ നിത്യജീവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ലേഖനം എന്ത് ചെയ്തിരിക്കുന്നത്? എഴുതിയിരിക്കുന്നത്. ജീവൻ ഉണ്ടാകുവാൻ സുവിശേഷവും ജീവൻ നമ്മിൽ ഉണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനാണ് ലേഖനഭാഗം. നിത്യജീവൻ നമ്മിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവ് ലഭിച്ചാൽ എന്തോ ഒരു സന്തോഷമാണ്. കാരണം ആ ഉറപ്പും നിശ്ചയവും നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അറിയാനായിട്ട് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ലോകപ്രകാരമുള്ള കാര്യത്തിൽ മനുഷ്യന് ശാരീരികമായിട്ടുള്ള ചില രോഗങ്ങളുടെ സിംറ്റം ഉണ്ടാകുമ്പോൾ ഡോക്ടറെ അടുത്ത് കടന്നു പോകുമ്പോൾ ആ സിംറ്റം പറയുമ്പോൾ തന്നെ ഡോക്ടർമാർ ഉടനെ മരുന്ന് എഴുതത്തില്ല. അവരെന്ത് ചെയ്യും? സ്കാൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? പറയും. CT സ്കാനോ MRI സ്കാനോ അങ്ങനെ പല സ്കാനുണ്ടല്ലോ. ഈ സ്കാൻ ചെയ്താണ് രോഗനിർണയം എന്ത് ചെയ്യുന്നത്? കണ്ടെത്തിയിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ആ സ്കാൻ മെഷീനിലോട്ട് കയറ്റാതെ റിപ്പോർട്ട് കിട്ടാതെ രോഗത്തിൻ്റെ നിശ്ചയം എന്ത് ചെയ്യത്തില്ല? കണ്ടെത്താൻ കഴിയത്തില്ല. ഇപ്പോൾ ഒരാൾ വീഴ്ച പറ്റി, ആ വീഴ്ച പറ്റി കഴിഞ്ഞാൽ കാല് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ എല്ലിന് പൊട്ടലുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എക്സ്റേ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സർജറി ചെയ്യുന്നത്. എക്സ്റേ എടുക്കാതെ എന്ത് ചെയ്യത്തില്ല? ഡോക്ടർമാർ സർജറി എന്ത് ചെയ്യത്തില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രോഗങ്ങളോ വീഴ്ചകളോ എല്ലുപൊട്ടലോ അല്ലെങ്കിൽ മറ്റ് അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്കാനിങ് റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്കും നിങ്ങളെ തന്നെ ഒരു MRI സ്കാനിനകത്തോട്ട് കയറ്റി വിടുന്നത് പോലെ അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്നത് പോലെ നിങ്ങൾക്ക് ഉള്ളിൽ നിത്യജീവൻ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്കാൻ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. ജീവൻ ഉണ്ടാകുവാൻ സുവിശേഷം എഴുതുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ജീവൻ നിങ്ങളകത്ത് തന്നെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഭാഗത്തിലൂടെ നിങ്ങളെ തന്നെ ഒന്ന് കടത്തി വിടുമ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും. അപ്പോൾ ഈ പുസ്തകങ്ങൾ സുവിശേഷമാകട്ടെ ലേഖനമാകട്ടെ എഴുതിയിരിക്കുന്നതിൻ്റെ പൂർണ്ണമായ ഉദ്ദേശ ലക്ഷ്യം ഒരു മനുഷ്യന് നിത്യജീവൻ ഉണ്ടാവുക എന്നുള്ളതും അതിനുവേണ്ടി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതും. വിശ്വാസത്താൽ ലഭിച്ച നിത്യജീവൻ നിങ്ങളിൽ തന്നെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് പരിശോധിച്ചറിയാൻ പറ്റും. ചില ആൾക്കാരുണ്ട്, ഡോക്ടറെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നു? കൺസൾട്ട് ചെയ്യുന്നു. 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ എല്ലാം നല്ല കാര്യങ്ങളാണ്. കൺസൾട്ട് ചെയ്യുമ്പോൾ ആവർത്തിച്ച് പല സ്കാനും ചെയ്യാൻ അവർ എന്ത് ചെയ്യുന്നു? കാര്യം എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ശരീരത്തിൽ ഉണ്ടോ എന്നറിയാം. അങ്ങനെ ഡോക്ടർമാർ എഴുതുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രമാത്രം നമ്മൾ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിധേയരാകണം. നമ്മൾക്ക് നിത്യജീവൻ നമ്മിൽ തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയാൻ നമ്മൾ ദൈവസന്നിധിയിൽ
വിധേയരാകണം. ഗ്ലോറി ടു ഗോഡ്. യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം. അവൻ നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് അവർക്ക് തന്നെ അറിയാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ ഒരു വാക്യം എന്ത് ചെയ്യുന്നു, വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ ഈ പറഞ്ഞതുപോലെ ജീവൻ നമ്മിൽ ഉണ്ടെന്ന് ഒന്നാമത്തെ സൈൻ എന്ത് ചെയ്യാണ്, നമുക്ക് കിട്ടുകയാണ്. ഒന്നാമത്തെ സൈനാണ് ഇവിടെ പറയുന്നത്, യേശു നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ. ഇവിടെ നീതിമാൻ എന്നുള്ള പദപ്രയോഗം നടത്തുന്നത് ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച ഒരു ശരീരമാണ് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ന്യായപ്രമാണത്തിൻ്റെ നീതിയായ നിത്യജീവനിലേക്ക് യേശുക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചു. അങ്ങനെ ഈ വാക്യത്തിലൂടെ പറയുന്നു, ഈ ക്രിസ്തു നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. നീതി ചെയ്യുന്നവനൊക്കെ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ സ്വന്തം ശക്തി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അനുസരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ യേശുക്രിസ്തു ന്യായപ്രമാണത്തെ അനുസരിക്കുമ്പോൾ അവനിൽ അധിവസിച്ചിരുന്നത് പരിശുദ്ധാത്മാവ്. ഇപ്പോൾ നാം ക്രിസ്തുവിനെ നോക്കുമ്പോൾ അവൻ നീതിമാനാണെന്ന് നമ്മൾ എന്ത് ചെയ്തു, കണ്ടു. എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീതിമാൻ? ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച നീതിമാനാണ് ക്രിസ്തു. അങ്ങനെ ഞാൻ ക്രിസ്തുവിനെ എന്ത് ചെയ്തു, കണ്ടു, അറിഞ്ഞു, ഗ്രഹിച്ചു, വിശ്വസിച്ചു, അവനെ രക്ഷിതാവും കർത്താവുമായിട്ട് എന്ത് ചെയ്തു, ഏറ്റെടുത്തു. ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം യേശുവിൽ അധിവസിച്ചിരുന്ന പരിശുദ്ധാത്മാവിനെ ആ വ്യക്തിയുടെ ഉള്ളത്തിലേക്ക് എന്ത് ചെയ്തു, പകർന്നു കൊടുത്തു. എഴുതപ്പെട്ട ന്യായപ്രമാണം പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിൽ എന്ത് ചെയ്തു, എഴുതിയപ്പോൾ നമ്മിൽ അധിവസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ നിവർത്തിയാക്കിയ നീതി നമ്മിലും എന്ത് ചെയ്യുന്നു, നിവർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ഇവിടെ വായിക്കുന്നത്, അവൻ നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവൻ്റെ ആത്മാവിനാൽ ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു, നിങ്ങൾ അനുഭവിച്ചറിയുന്നു. എന്തിനെ അനുഭവിച്ചറിയുന്നു? പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയുന്നു. പരിശുദ്ധാത്മാവിനെ എങ്ങനെ അനുഭവിച്ചറിയാൻ കഴിയും? അവൻ നീതിമാനെന്ന് ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ നീതിയായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നിങ്ങളിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി എന്ത് ചെയ്യും? നിങ്ങളിലും നിവൃത്തിയാക്കും. നിങ്ങളിലും അങ്ങനെ നിവൃത്തിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിൽ എന്തിരിക്കുന്നു? പരിശുദ്ധാത്മാവ് ഇരിക്കുന്നു. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നിത്യജീവൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ യേശുക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടുന്നതിന്, വിശ്വസിച്ചിട്ട് നിത്യജീവൻ ഉണ്ടാകേണ്ടുന്നതിനും സുവിശേഷം എഴുതും. നമ്മൾ ആ പ്രാരംഭത്തിൽ വായിച്ചു, പിശാച് വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വരും. കർത്താവ് വന്നതോ ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ. ചെവികൾ പരിശുദ്ധാത്മാവ് നമുക്ക് തുറക്കുമ്പോഴാണ് ഈ വചനത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, വിശ്വസിക്കാൻ നമുക്ക് കഴിയുക. നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ടവർ അത് കേൾക്കും. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ നീതി എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ അവനിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അനുഭവിച്ചറിയുന്നു. അപ്പോൾ വചനത്തിനകത്തൂടെ ഞാൻ എന്നെ തന്നെ കടത്തിവിട്ടപ്പോൾ ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിത്യജീവൻ ഉള്ളിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എനിക്കൊരാശ്വാസം കിട്ടി, എനിക്കൊരു സമാധാനം കിട്ടി. ദൈവം നൽകിയ നിത്യജീവൻ എൻ്റെ ഉള്ളത്തിൽ വന്നു. നമ്മൾ ഇതിനെ ധ്യാനിക്കും തോറും പല അടയാളങ്ങൾ ലേഖനങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ നമ്മൾ പരിമിതമായ സമയത്തിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുക. 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും
പാപം ചെയ്യുന്നില്ല. ഇംഗ്ലീഷിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്, പാപം ആവർത്തിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും, അപ്പോൾ പാപം ചെയ്യാമോ? നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരായിരിക്കുകയാൽ പാപം നിങ്ങളുടെ മേൽ എന്ത് ചെയ്യത്തില്ല, കർത്തൃത്വം നടത്തുകയില്ല. എന്നാൽ ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാൻ എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ വലതുഭാഗത്തുണ്ട്. അപ്പോൾ മനുഷ്യൻ അകൃത്യങ്ങളിൽ തുടരുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, അനുതാപമില്ലാതെ അവൻ മുമ്പിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിത്ത് അവനിൽ ഇല്ല. ഗ്ലോറി ടു ഗോഡ്. ഒരു പന്നി ചെളിക്കകത്ത് വീഴുന്നതും ഒരാട് ചെളിക്കകത്ത് വീഴുന്നതും വ്യത്യാസമുണ്ട്. പന്നി ചെളിക്കകത്ത് വീഴുന്നു കഴിഞ്ഞാൽ അതിന് സ്വർഗം കിട്ടിയതുപോലെ അത് അതിനകത്ത് കിടന്ന് എന്ത് ചെയ്യും, ഉരുണ്ട് പുരണ്ട് കളിക്കും. എന്നാൽ ഒരു ആടോ ഒരല്പമായി അഴുക്കുണ്ടായാലും അത് ആ ശരീരത്തിൽ നിന്ന് നീക്കിക്കളയുവോളം അതിനൊരു സമാധാനവും ഇല്ല. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. അതിലൂടെ നമുക്ക് എന്തറിയാൻ കഴിയും? ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ കഴിയും. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയുന്നു? അവൻ്റെ വിത്ത് അവനിൽ വസിക്കുകയാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നു. ഗ്ലോറി ടു ഗോഡ്. പാപം ചെയ്യാൻ അനുവദിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ വചനം എന്ന വിത്ത് നമ്മിൽ എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ 10ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. ഗ്ലോറി ടു ഗോഡ്. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന സഹോദരൻ സഹോദരിയാണ്. ഗ്ലോറി ടു ഗോഡ്. ദൈവാത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ആ സഹോദരൻ സഹോദരിയെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. അന്യോന്യം എന്ത് ചെയ്യാൻ പാടില്ല? പാപം ചെയ്യാൻ പാടില്ല, പകയ്ക്കാൻ പാടില്ല, സ്നേഹത്തിൽ നിന്ന് വിഘ്നമുണ്ടാകുവാൻ പാടില്ല. ഗ്ലോറി ടു ഗോഡ്. 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. കണ്ടോ? സ്നേഹിക്കുന്നവനെല്ലാം എവിടെ നിന്ന് ജനിച്ചിരിക്കുന്നു? ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ അറിയുകയും ചെയ്യും. അപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ചോ എന്ന് എങ്ങനെ അറിയാം? 3ാമത്തെ കാര്യമാണ്, നാം അന്യോന്യം സ്നേഹിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. പകയും പിണക്കവും വിദ്വേഷവും ഭിന്നതയും നൊന്നവശവും അസൂയയും എന്നിത്യാദിയുള്ള കാര്യങ്ങൾ കൊണ്ട് നടന്നാൽ ഓർത്തുകൊള്ളണം, ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? ജനിച്ചിട്ടില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ അടയാളം ഇതാണ്. അന്യോന്യം ദൈവസ്നേഹത്താൽ എന്ത് ചെയ്യുന്നു? ക്ഷമിക്കുന്നു, സഹിക്കുന്നു, പൊറുക്കുന്നു എന്നിത്യാദി കാര്യങ്ങളിലൂടെ കൂട്ടായ്മയിൽ ആ ബന്ധം എന്ത് ചെയ്യുന്നു? ദൃഢമാക്കും. കാരണം എന്താണ്? സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ഗ്ലോറി ടു ഗോഡ്. 4ാമത്തെ കാര്യം 1 യോഹന്നാൻ 5-ാമത്തെ അധ്യായം 1-ാം വാക്യം, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് നന്മകളും അനുഗ്രഹങ്ങളും വിടുതലും പ്രാപിക്കാൻ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർ യേശുവിനെ അല്ലെങ്കിൽ യേശുവിലെ ദൈവപുത്രനെ അവരെന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല, വിശ്വസിക്കുന്നില്ല. ആ ദൈവപുത്രൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ട അപ്പോസ്തലനാണെന്ന് എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. അവൻ രക്ഷിതാവാണെന്ന് എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. അവൻ നമ്മുടെ കർത്താവാണെന്ന് എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. നമ്മുടെ നീതിയാണ് ക്രിസ്തു എന്ന് എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. നമ്മുടെ തേജസ്കരണമാണ് ക്രിസ്തു എന്ന് എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അവരെന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കത്തില്ല. അവർ വിശ്വസിക്കുന്നതാണ് യേശുവിൻ്റെ നാമത്തിലെ വിടുതലും സൗഖ്യവും അത്ഭുതവും. പൊതുവെ ജനത്തിന് താല്പര്യം എന്താണെന്ന് ചോദിച്ച് ഞാനൊരു ഹാസ്യരൂപേണ പറയാം. എൻ്റെ കൂടെ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അവൻ മിടുക്കനാണ്. അവൻ്റെ മിടുക്കിപ്പോൾ എന്ത് ചെയ്യും? തെളിയിക്കപ്പെടും. കർത്താവെ, നിന്റെ മിടുക്ക് എന്ത് ചെയ്യും? ഈ സമൂഹത്തിൻ്റെ ഇടയിൽ വെളിപ്പെടുത്തി കാണിക്കൂ. യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യട്ടെ? അത്ഭുതം എന്ത് ചെയ്യട്ടെ? നടക്കട്ടെ. അപ്പോൾ അത്ഭുതം നടക്കുമോ? തീർച്ചയായിട്ടും നടക്കും. അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ
സബാഷ്, മിടുക്കൻ എന്ത് ചെയ്തിരിക്കുന്നു? അത്ഭുതം ചെയ്തിരിക്കുന്നു. അനുയായികൾ എന്ത് ചെയ്യുന്നു? കൈയടിച്ച് മിടുക്കനായ യേശു എന്ത് ചെയ്തിരിക്കുന്നു? അത്ഭുതം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ മിടുക്കനായ യേശുവിനെ കാണാനാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? വരുന്നത്. രക്ഷിതാവിനെ കാണുന്നുണ്ടോ? കർത്താവിനെ കാണുന്നുണ്ടോ? അയക്കപ്പെട്ട അപ്പോസ്തലനെ കാണുന്നുണ്ടോ? നാം സ്വീകരിച്ച് പറയുന്ന മഹാപുരോഹിതൻ ക്രിസ്തുവാണെന്ന് അറിയുന്നുണ്ടോ? നീതീകരണം ക്രിസ്തുവിലാണെന്ന് കാണുന്നുണ്ടോ? നിത്യജീവൻ അവനിലിരിക്കുന്നു എന്ന് കാണുന്നുണ്ടോ? എല്ലാവർക്കും ആരെ കാണണം? മിടുക്കനായ യേശു. ഞാൻ പ്രാരംഭത്തിൽ ജാമ്യം എടുത്തു. ഹാസ്യരൂപേണാണ് ഞാൻ ഈ പറയുന്നത്. എന്തോ ഒരു വിപത്തിലേക്കാണ് ഈ അന്ത്യകാല തലമുറ ആത്മീയം എന്നുള്ള രീതിയിൽ അധപ്പതിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം പകർന്നപ്പോൾ അഭിഷിക്തന്മാർ എണീറ്റെന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയേണ്ടിയ കാര്യങ്ങളെ ജനത്തിനിടയിൽ എന്ത് ചെയ്തു? പറഞ്ഞ് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ ഉറപ്പിക്കേണ്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ത് ചെയ്തത്? നടന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കേണ്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് അവിടെ ദൈവവചനം ഉറപ്പിക്കുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. ദൈവത്തെ ഭയപ്പെടുക. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നു, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. രണ്ടാം പകുതി പറയുന്നത് എന്താണ്? ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവൻ. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ജനിച്ചിരിക്കുന്നു. ജനിച്ചിരിക്കുന്നുവെങ്കിൽ ജനിപ്പിച്ചവൻ എന്ത് ചെയ്യും? സ്നേഹിക്കും. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താൽ, ദൈവത്തിൻ്റെ വചനത്താൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും ജനനം എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ സ്വർഗീയ പിതാവ് തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് ആ ആത്മപകർച്ചയിലൂടെ നമുക്ക് സംഭവിച്ചിരിക്കുന്ന എന്താണ്? വീണ്ടും ജനനം. ആ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ജനിപ്പിച്ചവനെ അറിയാം. ഗ്ലോറി ടു ഗോഡ്. ജനിപ്പിച്ചവനെ അറിഞ്ഞാൽ ജനിപ്പിച്ചവനെ എന്ത് ചെയ്യും? സ്നേഹിക്കും. സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അനുസരിക്കും. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നത് അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തെ അറിയാൻ പറ്റും, അവനിൽ നിന്ന് ജനിച്ചവനെയും അറിയാൻ പറ്റും. ഗ്ലോറി ടു ഗോഡ്. വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾക്ക് അവർ എവിടെ നിന്ന് ജനിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. ആ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കളെ എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ ജീവൻ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ജനിപ്പിച്ചവനെ നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യം കാണും. അവനിൽ നിന്ന് ജനിച്ചവനെ നിങ്ങൾ എന്ത് ചെയ്യും? സ്നേഹിക്കും. ഈ അടയാളത്താൽ നിങ്ങളുടെ ഉള്ളത്തിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് നാലാമത്തെ അടയാളം നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. ഗ്ലോറി ടു ഗോഡ്. അഞ്ചാമത്തെ കാര്യം എന്താണ്? 1 യോഹന്നാൻ 5:4 ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. പദം വ്യക്തമാണ്. ലോകത്തിൽ ജയിക്കുന്നു എന്നല്ല, ലോകത്തെ ജയിക്കുന്നു. ഇന്ന് ഒത്തിരി ആൾക്കാർ നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തിൽ ജയിക്കാനാണ്. യേശു പറഞ്ഞത് ഞാൻ ലോകത്തിൽ ജയിച്ചിരിക്കുന്നു എന്നാണോ? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തെ, ലോകത്തിൻ്റെ സിസ്റ്റം, ലോകത്തിൻ്റെ സംസ്കാരം. ദൈവത്തിൻ്റെ ഒരു സംസ്കാരം, അത് ദൈവപ്രമാണത്തിലും. ലോകത്തിൻ്റെ വിവിധങ്ങളായ സംസ്കാരങ്ങളാണ്. ലോകത്തിൻ്റെ സംസ്കാരങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ആൾക്കാർക്ക് താല്പര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണം അന്നും ഇന്നും എല്ലാ കാലത്തും ഒരു സിസ്റ്റമാണ്. അത് പരിശുദ്ധാത്മാവിലൂടെ ഉള്ള ജീവിതമാണ്. അത് ആദിമ നൂറ്റാണ്ടിലും അന്തിമ നൂറ്റാണ്ടായാലും ആ സംസ്കാരത്തിന് എന്തില്ല? മാറ്റമില്ല. യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ദൈവ സംസ്കാരത്തിലായിരിക്കും. അവർ ലോകത്തെ എന്ത് ചെയ്യും? ജയിക്കും. അതാണ് ആ വാക്യം വായിച്ചിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെങ്കിൽ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ, യേശുവിലെ വിശ്വാസം തന്നെ. ഓർക്കുക, ലോകം നമ്മെ ജയിക്കുകയാണോ, നമ്മൾ ലോകത്തെ ജയിക്കുകയാണോ? ഗ്ലോറി ടു ഗോഡ്. പലപ്പോഴും ലോകമാണ് എന്ത് ചെയ്യുന്നത്? ജയിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നവർ ലോകത്തെ എന്ത് ചെയ്യും? ജയിക്കും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
അപ്പോൾ 5ാമത്തെ സൈനും നമുക്ക് പച്ചട്ടിക്കാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ എന്തുണ്ട്? നിത്യജീവൻ ഉണ്ട്. ഗ്ലോറി ടു ഗോഡ്. 6ാമത്തെ കാര്യം എന്താണെന്നറിയോ? 1 യോഹന്നാൻ 5:18 ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു, നാം അനുഭവിച്ചറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നെങ്ങനെ അറിയാം? ലോകം അഴുക്കാടും. ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടുള്ളവൻ തന്നെത്താൻ എന്ത് ചെയ്യും? സൂക്ഷിക്കും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ അകത്ത് ജീവൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യും? സൂക്ഷിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? നടക്കുക. എന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാണ്, ഘടകവിരുദ്ധമാണ്. ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ദേഹിയിലെ പാപത്തെക്കുറിച്ചും ആത്മാവിലെ ജീവനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതാണ്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം. പിന്നെ പറയുന്ന എന്താണ്? പക. പക എന്ന് പറയുന്നത് ദേഹിയിലെ പാപമാണ്, ശരീരത്തിലെയല്ല, ദേഹിയിലെ പാപം. പിണക്കം ദേഹിയിലെ പാപമാണ്. ജാരശങ്ക ദേഹിയിലെ പാപമാണ്. ക്രോധം ദേഹിയിലെ പാപം. ശാഠ്യം ദേഹിയിലെ പാപം. ദ്വന്ദ്വപക്ഷം ദേഹിയിലെ പാപം. ഭിന്നത ദേഹിയിലെ പാപം. അസൂയ ദേഹിയിലെ പാപം. മദ്യപാനം ശരീരത്തിലെ പാപം. വെറിക്കൂത്ത് ശരീരത്തിലെ പാപം. ഇത് വിട്ടുകളഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ട് വരണം? ആത്മാവിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ വരണം. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഗ്ലോറി ടു ഗോഡ്. ആത്മാവിനാൽ ജീവിക്കുമ്പോൾ നമ്മൾ ജഡത്തിൻ്റെ മോഹം എന്ത് ചെയ്യത്തില്ല? നിവർത്തിക്കുകയില്ല. ജഡത്തിൻ്റെ പാപങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അതിജീവിക്കാൻ പറ്റും. കൊലോഷ്യൻസ് ലേഖനം എഴുതുമ്പോൾ 3-ാമത്തെ അധ്യായം, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിച്ചതാണ്. എങ്കിലും അതിൽ നിന്ന് ഈ ദേഹവും ദേഹിയും ആത്മാവും എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം 5-ാം വാക്യം, ആകയാൽ ദുർനടപ്പ് ശരീരം കൊണ്ടുള്ള പാപം, അശുദ്ധി ശരീരം കൊണ്ടുള്ള പാപം, അതിരാഗം ശരീരത്തിലെ പാപം, ദുർമോഹം ശരീരത്തിലെ പാപം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ദേഹിയിലെ പാപം. അത്യാഗ്രഹം എവിടെയുള്ളതാണ്? ദേഹിയിലെ വിഷയമാണ്. നേരത്തെ നമ്മൾ ഗലാത്യർ 5:19 വായിച്ചത് വിഗ്രഹാരാധന മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഇവിടെ പറയുന്നത് കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണ്. വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എഫേഷ്യൻസ് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവകാശമില്ല. കടുപ്പിച്ച് പറയുക. ഇവിടെ പറയുന്ന വിഗ്രഹാരാധന എന്താണ്? ദ്രവ്യാഗ്രഹം. കൊലോഷ്യൻസ് 3-ൽ നമ്മൾ വായിച്ച വിഗ്രഹം എന്താണ്? അത്യാഗ്രഹം. അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹത്തെയും പുതിയ നിയമത്തിൽ വ്യാഖ്യാനിക്കുന്ന എന്തായിട്ടാണ്? വിഗ്രഹാരാധന. അപ്പോൾ ഇത് ദേഹിയിലെ പാപമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് പറഞ്ഞാൽ ദേഹിയിലൂടെയാണ് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ മഹിമ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യന് ദേഹിയില്ലെങ്കിൽ, അവന് മനസ്സില്ലെങ്കിൽ, വിചാരങ്ങളില്ലെങ്കിൽ, വികാരങ്ങളില്ലെങ്കിൽ, ഇച്ഛാശക്തി ഇല്ലെങ്കിൽ എങ്ങനെ അവനെ തന്നെ വെളിപ്പെടുത്തും? അപ്പോൾ അവൻ്റെ ആത്മാവിൽ ദൈവം അധിവസിക്കുന്നുണ്ടെങ്കിൽ, ആത്മനിയന്ത്രിതമായ ഒരു മനസ്സവനുണ്ടെങ്കിൽ, ആത്മനിയന്ത്രിതമായ വിചാരങ്ങളുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ നിയന്ത്രിതമായ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, ആ ദേഹിയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം അവന് ഈ അന്ധകാരമുള്ള ലോകത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയും. ഇത് സംഭവിക്കാതിരിക്കാനാണ് പിശാച് എന്ത് ചെയ്യുന്നത്? അറുത്തു മുടിച്ച് വച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അവന് ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ സാധിക്കുന്നില്ല, അവന് വെളിപ്പെടുത്താൻ സാധിക്കുന്നില്ല. വെളിപ്പെടുത്തണമെങ്കിൽ ഈ ശരീരം കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം വെളിപ്പെടുവോ? ഇല്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന മനസ്സ്, വിചാര, വികാര, ഇച്ഛാശക്തികൾ, നമ്മുടെ
ആത്മാവുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് പുലർത്താൻ കഴിയുമ്പോൾ, ആത്മനിയന്ത്രിതമായ ഒരു മനസ്സ്, വിചാര, വികാര, ഇച്ഛാശക്തികളിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് ആത്മാവിൽ വെളിപ്പെടുന്ന ദൈവത്തെ നമുക്ക് ഭാഷയിലൂടെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉയരത്തിലെ ശക്തി, കൃപാവരങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവയെ എന്ത് ചെയ്യും? ജയിക്കും. ഇങ്ങനെ നിങ്ങളുടെ ഭൂമിയിലുള്ള അവയവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യും? മരിപ്പിപ്പിൻ. 8-ാം വാക്യത്തിന്റെ 2-ാം പകുതിയിൽ ഇവ ഒക്കെയും നിങ്ങൾ എന്ത് ചെയ്യും? വിട്ടുകളവിൻ. എന്താണ് വിട്ടുകളയേണ്ടത്? കോപം. ശരീരത്തിലെ പാപം ആവുന്നതെപ്പാണ്? കോപിക്കുമ്പോഴേ ആവത്തുള്ളൂ. അതുവരെയും ഇത് എവിടുത്തെ പാപമാണ്? ദേഹിയിലെ പാപമാണ്. ക്രോധം ദേഹിയിലെ പാപമാണ്. ഈർഷ്യ ദേഹിയിലെ പാപമാണ്. ഈ ദേഹിയിലെ പാപം അടക്കി വെച്ചിട്ട് അവസാനം എന്ത് വരുന്നു? വായിൽ നിന്ന് വരുന്ന ദൂഷണം. അത് ദേഹവും കൂടെ ചേർന്നു ആണ് എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവരെ കുറിച്ച് എന്ത് വരുന്നത്? ദൂഷണം. മനസ്സിലാവുന്നുണ്ടോ? ദുർഭാഷണം. ആൾക്കാരെ കുറിച്ചിട്ട് എന്ത് പറയും? ദുർഭാഷണം ഉണ്ടാവും. ദൈവത്തെക്കുറിച്ചെല്ലാം പറയാനുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാ തുറക്കാൻ പറ്റത്തില്ല. പക്ഷെ അന്യോന്യം ആൾക്കാരെ കുറിച്ച് ദുർഭാഷണം പറയാനുണ്ടെങ്കിൽ അവർ വാചാലമായിട്ട് എന്ത് ചെയ്യും? സംസാരിക്കും. ഇതാണ് പിശാച് ചെയ്യുന്ന പരിപാടി. മനസ്സിലാവുന്നുണ്ടോ? ദേഹിയിൽ നിന്നും മനുഷ്യൻ ആത്മാവിൽ എന്ത് ചെയ്യണം? പ്രവേശിക്കണം. കഴിഞ്ഞ ആഴ്ച ഇതെല്ലാം ചിന്തിച്ചാണല്ലോ. 12-ാം വാക്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയന്മാരുമായി. 3 കാര്യം: വ്രതന്മാർ, വിശുദ്ധന്മാർ, പ്രിയന്മാർ. ആത്മാവിൽ അവർ ജീവിക്കുന്ന എങ്ങനെയാണ്? മനസ്സലിവ് 1-ാമത്തെ കാര്യം. ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. എങ്ങനെ ക്ഷമിക്കണം? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അപ്പോൾ അകത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ജീവൻ. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളതിന് തെളിവാണ്. ഗ്ലോറി ടു ഗോഡ്. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യട്ടെ? വാഴട്ടെ. അതിനല്ലോ നിങ്ങളെ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. സഭയായി ഏക ശരീരമായി നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അന്യോന്യം ദൈവത്തോടും നിങ്ങൾ എന്ത് ചെയ്യുവിൻ? നന്ദിയുള്ളവരായിരിക്കും. ദൈവത്തോടും അന്യോന്യം എന്ത് വേണം? നന്ദിയുള്ളവരായിരിക്കണം. ആത്മാവിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും. സങ്കീർത്തനങ്ങൾ അവരുടെ വായിൽ വരും. പരദൂഷണവും വാക്പോരുകളും മറ്റുള്ളവരെ കുറിച്ച് ദൂഷണവും ദുർഭാഷണവും ഒക്കെ എന്ത് ചെയ്യും? വിട്ടുകളഞ്ഞിട്ട് ഇവരുടെ ഉള്ളത്തിൽ നിന്ന് എന്തുണ്ടാവും? ദൈവീകമായ സങ്കീർത്തനം ഉണ്ടാവും. അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. നിങ്ങൾ 4 പേര് കൂടിയാലും അവിടെ എന്തുണ്ടാവും? ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് വർണ്ണിക്കാൻ അവർക്ക് കാണും. അവരും പറഞ്ഞതും ചെയ്തതും കാര്യങ്ങളല്ല അവിടുത്തെ സംസാരം. സങ്കീർത്തനങ്ങൾ കാണും, സ്തുതികൾ കാണും, ആത്മീയ ഗീതങ്ങൾ കാണും, അന്യോന്യം പ്രബോധിപ്പിക്കുന്ന അനുഭവങ്ങൾ കാണും, ബുദ്ധി ഉപദേശിക്കുന്ന അനുഭവങ്ങൾ കാണും. നന്ദിയുള്ള ഹൃദയത്തോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടും. ആത്മാവിൽ ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അനുഭവിച്ചറിയുക. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, നിങ്ങൾ കൃപയ്ക്കത്ര അധീനപ്പെട്ടിരിക്കുകയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് നമ്മൾ ജനിച്ചിരിക്കുന്നു എന്നുള്ള അടയാളങ്ങൾ നമ്മൾ ദൈവവചനത്തിലൂടെ നമ്മൾ അടിക്കടി നിശ്ചയം നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിക്കണം. അതിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും വചനത്താലും ഇടിച്ചു കളയുവാൻ നമുക്ക് കഴിയണം. ദൈവപരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന സകല ഉയർച്ചകളെ എന്ത് ചെയ്യണം? ഇടിച്ചു കളഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുന്നു, വ്യാപരിക്കുന്നു. എന്തിനു വേണ്ടി? നിത്യജീവനിൽ നമ്മെ എത്തിച്ചേർക്കുവാൻ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജനത്തിന് ആവശ്യം എന്താണ്? അത്ഭുതം ചെയ്യുന്ന യേശുവിനെ. ഗ്ലോറി ടു ഗോഡ്. അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് ആത്മകണ്ണുകൾ ജ്വലിപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിലെ വെളിപ്പാടുകളിലൂടെ നിത്യജീവൻ അവകാശമാകേണ്ടുന്നതിനുള്ള വാഞ്ചയാണ് ശരിക്കും ഇന്ന് ജനത്തിന് ആവശ്യം. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും
യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. യഹൂദജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്നത് ന്യായപ്രമാണത്തെയാണ്. ആ ന്യായപ്രമാണത്തിലൂടെയുള്ള നീതീകരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനുണ്ട്. എന്നാൽ സ്വന്തം ശരീരത്തിലെ ശക്തി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെ ജയിച്ച് നീതീകരണം പ്രാപിക്കാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇപ്പോഴോ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു, അനുസരിച്ചുകൊണ്ട് മനുഷ്യന്റെ ശിക്ഷാവിധി യേശു ക്രൂശിൽ എന്ത് ചെയ്തു, ഏറ്റെടുത്തു. തന്നിൽ വിശ്വസിക്കുന്നവരെ നിത്യമായ നരകമെന്ന ശിക്ഷാവിധിയിൽ നിന്ന് എന്ത് ചെയ്തു, രക്ഷിച്ചു. അവൻ്റെ പുനരുത്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ നീതിയായ നിത്യജീവനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ നീതി ക്രിസ്തുവിൽ സംഭവിച്ചതുകൊണ്ട് യേശുവിൻ്റെ ശരീരത്തെ ഈ ഭൂമിയിൽ എന്ത് ചെയ്തു, അടക്കം ചെയ്തുവെങ്കിലും ന്യായപ്രമാണത്തിൻ്റെ നീതിയാൽ ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചു. ആ പുനരുദ്ധാനം പ്രാപിച്ച കാര്യത്തിൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്താൽ നമുക്ക് എന്ത് ലഭിക്കുന്നു? ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും വിശ്വാസത്താൽ നമുക്ക് നീതീകരണത്തിലൂടെ നിത്യജീവനും എന്ത് ചെയ്യുന്നു, അവകാശമാക്കാൻ കഴിയുന്നു. ആ വാക്യമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി, മനുഷ്യന്റെ നീതിയല്ല, ദൈവത്തിൻ്റെ നീതി. എന്താണ് ദൈവത്തിൻ്റെ നീതി? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും. ഇവിടെ പറയുന്ന എല്ലാവർക്കും എന്ന് പറയുന്ന പദം എന്താണ്? യഹൂദനും പുറം ജാതിക്കാർക്കും. യേശുക്രിസ്തുവിൽ യഹൂദൻ വിശ്വസിച്ചാലും പുറം ജാതിക്കാർ വിശ്വസിച്ചാലും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ന്യായപ്രമാണത്തിലൂടെ വെളിപ്പെട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദ ജനത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ന്യായപ്രമാണത്തിന്റെ നീതി എന്താണ്? നിത്യജീവൻ. സ്വന്തം ശക്തി കൊണ്ട് എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. എന്നാൽ ക്രിസ്തുവിൽ അത് എന്ത് ചെയ്തു, കഴിഞ്ഞു. അതിനെയാണ് അപ്പോസ്തലനായ പൗലോസ് യഹൂദ ജനതയും കൂടെ നോക്കിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ന്യായപ്രമാണത്തിലെ നീതി വെച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യത്തില്ല, നിങ്ങളുടെ സ്വന്തം ശരീരത്തിന് സാധിക്കത്തില്ല. അത് കർത്താവിൽ എന്ത് ചെയ്തു, നിവർത്തിച്ചു കഴിഞ്ഞു. ആ നിവർത്തിച്ചവനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വിശ്വസിക്കണം. അത്ഭുതം കിട്ടേണ്ടുന്നതിനുള്ള വിശ്വാസമല്ല ഇവിടെ പറയുന്ന വിശ്വാസം. ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ പ്രാപിക്കേണ്ടുന്നതിനുള്ള വിശ്വാസം. നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ന്യായപ്രമാണത്തിന്റെ നീതി എന്ത് ചെയ്തേ പറ്റൂ, നമ്മിൽ സംഭവിച്ചേ പറ്റത്തുള്ളൂ. ആ സംഭവിക്കേണ്ടുന്നതിനുള്ള വിശ്വാസം, ആ വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ കർത്താവിൽ നിന്ന് എന്ത് ചെയ്യാണ്, അവൻ്റെ ആത്മാവിനാൽ നമ്മൾ ജനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപെടുത്തി കാണിച്ചു തരും. ദേഹത്തിലെ പാപങ്ങൾ എന്താണ്, ദേഹിയിലെ പാപം എന്താണ്, ആത്മാവിന്റെ ഫലം എന്താണ്. നമ്മൾ ഗലാത്യർക്ക് എഴുതിയ 5-ാമത്തെ അധ്യായം 19-ാം വാക്യം മുതൽ നമ്മൾ ജഡത്തിൻ്റെയും ദേഹിയിലെയും 22-ാമത്തെ വാക്യത്തിൽ ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് എന്ത് ചെയ്തു നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഒരു മനുഷ്യനെ ദൈവത്തിന്റെ വചനത്തിലൂടെ കടത്തിവിടുമ്പോൾ ദേഹി ആത്മാവിനെ വേർപെടുത്തി കാണിച്ചു തരുന്നതാണ് വചനം. ഒരു മനുഷ്യനെ അവന്റെ ആന്തരികമായ അവയവങ്ങൾക്ക് കേടുപാടുകളുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എല്ലുകൾക്ക് കേടുപാടുകൾ ഉണ്ടെങ്കിൽ എക്സ്റേ എടുക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ അവന്റെ ആത്മാവിനൊരു വിഷയമുണ്ടെങ്കിൽ ലോകത്തിലുള്ള ഒരു മെഷീനകത്തൂടെ കടത്തിവിട്ടാലും അറിയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വചനത്തിലൂടെ അവനെ കടത്തിവിടുമ്പോൾ അവന്റെ ദേഹം എന്താണെന്നും അവന്റെ ദേഹി എന്താണെന്നും അവന്റെ ആത്മാവ് എന്താണെന്നും ദൈവത്തിന്റെ വചനം വേർപെടുത്തി കാണിച്ചു തരും. ഗ്ലോറി ടു ഗോഡ്. ദേഹിയിലെ പാപം എന്താണെന്നും ദേഹത്തിലെ പാപം എന്താണെന്നും ആത്മാവിൽ ജീവിക്കേണ്ടിയത് എന്താണെന്നുള്ള കാര്യം ദൈവത്തിന്റെ വചനം വേർപെടുത്തി കാണിച്ചു തരുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം അവൻ ആരംഭത്തിൽ കാണുന്നത്. അതുവരെയും അവന്റെ നാമത്തിലെ അത്ഭുതങ്ങളാണ് അവൻ കാണുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ മഹത്വം കാണുമ്പോൾ അവനിലെ പാപം എന്താണെന്ന് അവൻ തിരിച്ചറിയും, അനുതപിക്കുന്നു, മാനസാന്തരപ്പെടുന്നു, രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്നു. നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുന്നത് അവൻ തിരിച്ചറിയും. അവന്റെ ദേഹവും ദേഹിയും ആത്മാവിനെയും വേർപെടുത്തി തരുന്നതാണ് ദൈവത്തിന്റെ വചനം. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. പ്രാണനെയും ആത്മാവിനെയും പിന്നെ പറഞ്ഞതാണ് സന്ധിമജ്ജകളെ. ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു പശുവിനെയോ ആടിനെയോ
ഭക്ഷണത്തിന് വേണ്ടി അതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മാംസത്തെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കത്തി കൊണ്ട്. മാംസത്തെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? അസ്ഥികൾ. ഈ അസ്ഥികൾക്കകത്ത് എന്തുണ്ട്? സന്ധി മജ്ജകൾ അതിനകത്തുണ്ട് ഉണ്ട്. ഈ മജ്ജയെ വേർപെടുത്തണമെങ്കിൽ കത്തി കൊണ്ട് പറ്റുമോ? ഇല്ല. എന്നതുപോലെയാണ് ദേഹിയിൽ നിന്ന് ആത്മാവിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ സന്ധി മജ്ജകൾ ഒരുമിച്ച് അസ്ഥിയിൽ ഇരിക്കുന്നത് പോലെ കോംപ്ലിക്കേറ്റഡാണ്. ദേഹത്തിലെ ഭാവം വെളിപ്പെടുത്താൻ പറ്റും, പക്ഷെ ദേഹിയും ആത്മാവും തമ്മിൽ സന്ധി മജ്ജകൾ പോലെ തമ്മിൽ ഇഴുകി എന്ത് ചെയ്തിരിക്കുകയാണ്? കിടക്കുന്നതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ഒരു മറ്റായുധങ്ങളുമില്ല, ഒരൊറ്റ ആയുധമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം. അന്നേരമാണ് മനുഷ്യന് മനസ്സിലാവുന്നത്, എനിക്കൊരു ദേഹം മാത്രമല്ല ഉള്ളത്, എനിക്കൊരു ദേഹി മാത്രമല്ല, അതിനപ്പുറത്ത് ആത്മാവും. ഗ്ലോറിറ്റുക. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ദേഹിയിലെ ജീവനാണ് ആത്മാവ്. ആ ജീവൻ ദൈവവുമായിട്ട് ബന്ധം പുലർത്താൻ അനുവദിക്കാതെ പിശാച് എന്ത് ചെയ്തു? ആ ബന്ധത്തെ മോഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവ് കൊണ്ട് ദൈവത്തെ ബന്ധം പുലർത്താൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. അപ്പോൾ പാപം ചെയ്യുന്ന ദേഹം മരിക്കും എന്നാണോ വചനം? പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദേഹിയിലെ ജീവൻ നഷ്ടപ്പെട്ടു. ഗ്ലോറി ടു ഗോഡ്. അതിനെ മടക്കി തരുവാൻ കർത്താവായ യേശുക്രിസ്തു കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ കാൽവറി ക്രൂസിൽ പരമയാഗമായി തീർന്നു. രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വിശ്വാസമാണ് പ്രധാനം. നീതീകരണത്തിന് വേണ്ടിയിട്ടുള്ള വിശ്വാസമാണ് പ്രധാനം. ആ വിശ്വാസത്തെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ നിത്യജീവൻ എന്ത് ചെയ്യുന്നു? അവകാശിയായി തീരുന്നു. അതാണ് ഇവിടെ വായിക്കുന്നത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, അത് യഹൂദനാകട്ടെ, യവനനാകട്ടെ, പുറംജാതിക്കാരാകട്ടെ, ആരായിക്കൊള്ളട്ടെ, വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി. വിശ്വാസത്താലുള്ള ദൈവനീതി എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ നിത്യജീവൻ. യഹൂദനും പുറംജാതിക്കാർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ഒരുപോലെ പ്രാപിക്കാൻ കഴിയുമെന്നുള്ള ദൈവത്തിൻ്റെ നീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ന്യായപ്രമാണം കൂടാതെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വരുന്നത് വരെയും ന്യായപ്രമാണത്തിലൂടെ മാത്രമേ എന്ത് പ്രാപിക്കാൻ പറ്റൂ? നിത്യജീവൻ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ന്യായപ്രമാണം കൂടാതെ ക്രിസ്തുവേശുവിൽ നിത്യജീവൻ എന്തിയിരിക്കുന്നു? വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ശിക്ഷാവിധി അവൻ്റെ മേലായി. നമുക്ക് വേണ്ടിയിട്ടുള്ള നീതീകരണത്തിൻ്റെ അനുസരണവും ക്രിസ്തു എന്ത് ചെയ്തു? അനുസരിച്ചു. ഏകന്റെ അനുസരണത്താൽ. എന്തനുസരണത്താൽ? ന്യായപ്രമാണത്തെ അനുസരിച്ച് അനുസരണത്താൽ. ആ ഏകന്റെ അനുസരണത്താൽ സകലരും എന്ത് ചെയ്തു? നീതീകരണവും പ്രാപിച്ചു. അങ്ങനെ വിശ്വസിക്കുന്നവർ നിത്യജീവനിൽ എന്ത് ചെയ്യും? കടക്കും. ഗ്ലോറി ടു ഗോഡ്. പ്രിയമുള്ളവരെ, നമ്മൾ ഭൗമികമായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതായിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്ക് വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും ഒക്കെ വളരെ സിമ്പിളാണ്. കാര്യം എന്താ? നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുക? പറയുക. ആ വിഷയങ്ങൾക്ക് പരിഹാരം ലഭിക്കേണ്ടിയ വചനങ്ങൾ വെച്ച്, വാഗ്ദത്തങ്ങൾ വെച്ച് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക, ശുശ്രൂഷിക്കുക. അതോടെ ആ കാര്യം എന്ത് ചെയ്തു? തീർന്നു. പക്ഷെ നിത്യജീവൻ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്കുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടകത്രേ. ഹല്ലേലൂയ. നാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളായിരിക്കണം. വിശ്വസിച്ച് എന്ത് പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ? ജീവരക്ഷ, നിത്യജീവന്റെ രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവർ നിത്യജീവനിൽ കാണും. അതിനു വേണ്ടിയിട്ടാണ് ദൈവസന്നിധിയിൽ, ദൈവസഭയിൽ എന്ത് ചെയ്യാൻ നമ്മൾ വരാൻ, ദൈവസന്നിധിയിൽ താണിരിപ്പാൻ. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ, നമ്മുടെ ചെവികളെ എന്ത് ചെയ്യട്ടെ? തുറക്കട്ടെ. ലുദിയയുടെ ഹൃദയത്തെ കർത്താവ് എന്ത് ചെയ്തു? തുറന്നു. കൊർന്നല്യോസിന്റെ ഹൃദയത്തെ കർത്താവ് എന്ത് ചെയ്തു? തുറന്നു. അതുവരെയും അവർക്ക് ദൈവത്തെക്കുറിച്ച് എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. ദൈവത്തെ അറിയത്തില്ല. ഗ്ലോറി ടു ഗോഡ്. അവർ ഭക്തരായിരുന്നു. ലുദിയ ഭക്തയായിരുന്നു. പക്ഷേ ചെവി തുറന്നപ്പോഴാണ് അവന്റെ മഹത്വം കണ്ടതും കേട്ടതും. കൊർന്നല്യോസ് ഭക്തനായിരുന്നു, പക്ഷെ ചെവി അടഞ്ഞിരുന്നു, ഹൃദയം അടഞ്ഞിരുന്നു. അവർക്ക് ദൈവത്തെ കുറിച്ചറിയാം, ദൈവത്തെ അറിയത്തില്ലായിരുന്നു. ദൈവത്തെ കുറിച്ചുള്ള അറിവല്ല നമുക്ക് ആവശ്യം, ദൈവത്തെ അറിയാനുള്ള അറിവ്. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തെ കുറിച്ചറിയുന്നത് എഴുതപ്പെട്ട വചനത്തിലൂടെ നമുക്കറിയാൻ പറ്റും. ദൈവത്തെ അറിയണമെങ്കിൽ അവൻ്റെ ആത്മാവിനാലല്ലാതെ ദൈവത്തെ അറിയാൻ പറ്റത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തെ കുറിച്ചറിയുന്നത്
അറിവിലൂടെ അറിയാൻ പറ്റും. എന്നാൽ ദൈവത്തെ അറിയുന്നത് ആത്മാവിലെ അറിയാൻ പറ്റും. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾക്കായി ഞാൻ വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ നിത്യജീവനിലേക്ക് അവർ കടക്കും. കർത്താവിൻ്റെ ആത്മാവ് ഇന്നും വ്യാപരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കുന്നു, വചനത്തിൽ വ്യാപരിക്കുന്നു. ദൈവസഭയിൽ സംസാരിക്കുന്നു എന്നാണ് വചനം. ഗ്ലോറി ടു ഗോഡ്. ആത്മാവ് സഭകളോട് സംസാരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയാന്തർഭാഗത്തിലേക്ക് ഇറങ്ങി നമ്മളെ നിത്യനാശത്തിൽ നിന്ന് വീണ്ടെടുത്ത ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ നീതീകരണത്തിലൂടെയുള്ള നിത്യജീവൻ നമുക്ക് അവകാശമാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയത്തില്ല. ഇവിടെ പറയുന്ന കാര്യം എന്താണ്? അവങ്കിലേക്ക് ഇന്ന് നോക്കിയവർ എന്ന് പ്രകാശിതരായി തീരും കർത്താവിൻ്റെ വരവിൽ. ചിലർ നിത്യലജ്ജക്കേട്ട് എന്ത് ചെയ്യും? മാറ്റപ്പെടുമ്പോൾ ഇവിടെ വായിക്കുന്നു, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ചിലർ നിത്യലജ്ജയിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഇന്ന് ഈ രക്ഷ കണ്ടവർ, ഇന്ന് ഈ നീതീകരണം കണ്ടവർ ലജ്ജിച്ചു പോകത്തില്ല. നിത്യമായ സന്തോഷത്തിലേക്ക് കടക്കുവിനെന്ന് കർത്താവിൻ്റെ ശബ്ദമുണ്ടാകും. ആ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ആത്മമണ്ഡലങ്ങളെ കർത്താവ് ശുദ്ധീകരിക്കട്ടെ. മഹത്വം ദൈവമെടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ.